നമ്മൾ അവസാനിപ്പിച്ച ഇടത്ത് നിന്ന് വീണ്ടും ആരംഭിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിച്ചിടത്ത് നിന്ന് നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ്. അപ്പോൾ രണ്ടാം ചേര സാമ്രാജ്യം തകർന്നു, കേന്ദ്രീകൃത ഭരണം നഷ്ടപ്പെട്ടു. അന്ന് ചേര സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന സാമന്ത രാജ്യങ്ങളെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. വേണാട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു, കായംകുളം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു, നന്റുഴൈ നാട് എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ ചെങ്ങന്നൂരടങ്ങുന്ന ആ ഭാഗം, ഏറനാട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അങ്ങനെ മലബാറിലെ കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളൊക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അപ്പോൾ അവസാനത്തെ ചേര രാജാവായ രാമവർമ്മ കുലശേഖരൻ സ്വയം അദ്ദേഹം കൊല്ലത്തേക്ക് വരികയും കൊല്ലത്ത് നിന്ന് തൻ്റെ മകനായ കോതവർമ്മയെ കീഴ്പേരൂരെന്ന ആയിരാജവുമായി ബന്ധമുള്ള ഒരു പ്രാമാണിക കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി ഈ കോതവർമ്മയ്ക്ക് ജനിച്ച കുട്ടികൾ ശരിക്കു പറഞ്ഞാൽ അച്ഛൻ വഴി ചേരന്മാരും അമ്മ വഴി ആയന്മാരുമാണ്. അങ്ങനെയാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ പിൽക്കാലത്ത് ചേര വംശ കുല പ്രദീപൻ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ യാദവകുല ശ്രേഷ്ഠന്മാരെന്ന് പറയുന്നത് അമ്മ വഴി യാദവകുല ശ്രേഷ്ഠന്മാരും അച്ഛൻ വഴി ചേര കുല പ്രദീപന്മാരും എന്നൊക്കെ അവർ പറയുന്നതിന് കാരണം അതാണ് കാരണം. അപ്പോൾ ഈ കോതവർമ്മയ്ക്ക് 4 ആൺകുട്ടികൾ ജനിച്ചു. അപ്പോൾ ഈ പിന്നീട് വരുന്നത് മുഴുവൻ ഈ പരമ്പരയാണ് തിരുവിതാംകൂർ ഭരിക്കുന്നത്. അവരെങ്ങനെ ഭരിച്ചു വരവേ 1260 ജഡാവർമ്മൻ സുന്ദരപാണ്ഡ്യൻ, പേരിൽ തന്നെ പാണ്ഡ്യനുണ്ട്, പാണ്ഡ്യ രാജാവാണ്, മധുര കേന്ദ്രീകരിച്ച് ഭരിച്ചയാളാണ്. അദ്ദേഹം ഒരു പടനീക്കം വേണാട്ടിലേക്ക് നടക്കുന്നു, കൊല്ലത്തേക്ക് നടത്തുന്നു. കൊല്ലത്തേക്ക് പട നീങ്ങുകയും കൊല്ലം കീഴടക്കുകയും ചെയ്തു. അപ്പോൾ പാണ്ഡ്യരാജ്യത്ത് നിലനിന്നത് കുലസംഘ ഭരണമാണ്. എന്ന് പറഞ്ഞാൽ കുടുംബത്തിലുള്ള ആളുകളെ മാറി മാറി 4-5 പ്രവിശ്യകളായി തിരിച്ച് ഓരോ പ്രവിശ്യയും ഓരോ കുടുംബക്കാരെ ഏൽപ്പിക്കുക എന്നുള്ള പതിവാണ്. അങ്ങനെ ആ കുടുംബത്തിൽപ്പെട്ട ജയസിംഹൻ എന്ന് പറയുന്ന ഒരംഗത്തെ ഈ കീഴടക്കിയ കൊല്ലത്തിൻ്റെ ഭരണം ഏൽപ്പിക്കുന്നു, അഥവാ വേണാടിൻ്റെ ഭരണം ഏൽപ്പിക്കുന്നു. ജയസിംഹൻ അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം വന്നുടനെ ഈ കൊല്ലത്തിൻ്റെ പേരങ്ങ് മാറ്റി തൻ്റെ പേരോട് ചേർത്ത് ജയസിംഹനാട് എന്ന് പേര് കൊടുത്തു. ഈ ജയസിംഹനാടാണ് പറഞ്ഞ് പിന്നെ ദേശിംഗനാടായി മാറിയത്. അദ്ദേഹം കല്യാണം കഴിച്ചത് ഇതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ആയികുല രാജകുമാരിയാണ്. അവരുടെ പേര് ഉമാദേവി എന്നാണ്. അങ്ങനെ ഉമാദേവിയെ കല്യാണം കഴിക്കുകയും അതിൽ ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. അതാണ് രവിവർമ്മ കുലശേഖരൻ. രവിവർമ്മ സംഗ്രാമധീരൻ എന്നറിയപ്പെടുന്ന, ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന, തമിഴ്നാട് പാണ്ഡ്യരാജ്യവും ചോളരാജ്യവും തിരുവിതാംകൂറും ഒന്നടക്കി ഭരിച്ച, വളരെ കുറച്ച് നാളാണ് അടക്കി ഭരിച്ച രവിവർമ്മ കുലശേഖരൻ. രവിവർമ്മ കുലശേഖരൻ ഭരണമേക്കുന്നത് 1299 അദ്ദേഹം മരിക്കുന്നത് 1314. അങ്ങനെ 15 കൊല്ലമാണ് അദ്ദേഹം ഭരിക്കുന്നത്. രവിവർമ്മ കുലശേഖരൻ അദ്ദേഹമാണ് ആദ്യമായി കേരളത്തിൽ ഹൈവേ വെട്ടിയ ആൾ. ആ ഹൈവേക്ക് അന്ന് അദ്ദേഹത്തിൻ്റെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ നാരായ പെരുവഴി എന്നാണ്. കൊല്ലത്തെ നാരായ പെരുവഴി, അവിടുത്തെ മെയിൻ റോഡൊക്കെ വെട്ടിയത് രവിവർമ്മ കുലശേഖരൻ എന്നാണ് രേഖകളിൽ കാണുന്നത്. അദ്ദേഹം സ്വീകരിച്ച പേരാണ് യാദവ കുലശ്രേഷ്ഠൻ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പേര്. ഒരുപാട് ബിരുദങ്ങൾ ഒക്കെ സ്വയം സ്വീകരിച്ച ഒരാളാണ് അദ്ദേഹം. അച്ഛൻ വഴി പാണ്ഡ്യനും അമ്മ വഴി ആയനുമാണ്. അമ്മ ഈ കൊല്ലത്തുള്ള ഉമാദേവിയും അച്ഛൻ ജയസിംഹനുമാണ്. അങ്ങനെ അങ്ങ് പാണ്ഡ്യരാജ്യവുമായി അദ്ദേഹത്തിൻ്റെ അകന്നൊരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം വെച്ചുകൊണ്ടാണ് അങ്ങനെയാണ് അദ്ദേഹം ഭരണം നടത്തവേ പാണ്ഡ്യരാജ്യത്ത് അദ്ദേഹത്തിൻ്റെ മുൻ പരമ്പരയിൽപ്പെട്ടിരുന്ന രാജാക്കന്മാർ അപ്പൂപ്പനൊക്കെ മരിക്കുകയും അതിൻ്റെ പേരിൽ പാണ്ഡ്യരാജ്യത്ത് കലാപം നടക്കുകയും ചെയ്ത സമയത്താണ് അദ്ദേഹം കൊല്ലത്ത് നേരെ പാണ്ഡ്യരാജ്യത്തേക്ക് പട നയിക്കുകയും അവിടെ പാണ്ഡ്യരാജ്യം കീഴടക്കി വൈഗാതീരത്ത് വെച്ച് അദ്ദേഹം രണ്ടാമത്തെ അഭിഷേകം നടത്തുന്നുണ്ട്. പാണ്ഡ്യരാജ്യം. മൂന്നാമത് അദ്ദേഹം ചോളരാജ്യം കീഴടക്കിയിട്ട് കാഞ്ചീപുരത്ത് വെച്ച് അദ്ദേഹം അഭിഷേകം നടത്തുന്നുണ്ട്. അദ്ദേഹമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇട്ടരയോക്കാരെ ഏൽപ്പിച്ചത് എന്നും അതിൻ്റെ ഭരണം പരിഷ്കരിച്ചത് എന്നുമൊക്കെ ഉള്ള രേഖകളുണ്ട്. അപ്പോൾ അതല്ല നമ്മുടെ പ്രധാന വിഷയം. നമ്മുടെ പ്രധാന വിഷയം ഈ രവിവർമ്മ കുലശേഖരൻ്റെ കാലത്ത് അദ്ദേഹം ഒരൊറ്റ മകനാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിയോ മറ്റാരുമില്ല. ഒരൊറ്റ മകനാണ് ജയസിംഹൻ, ഒരൊറ്റ മകൻ. അത് രവിവർമ്മ കുലശേഖരനാണ്. ഈ രവിവർമ്മ കുലശേഖരന് അടുത്ത ഭരണമേൽക്കാൻ അടുത്ത അവകാശികൾ വേണം. അതിന് ദത്തല്ലാതെ വേറെ മാർഗമില്ല. അങ്ങനെ
2 പെൺകുട്ടികളെ കോലത്ത് നാട്ടിൽ നിന്ന് ദത്തെടുക്കുന്നു. കോലത്ത് നാട് എന്ന് പറയുന്നത് ഇന്നത്തെ കണ്ണൂരാണ്. മൂഷിക വംശം എന്നൊക്കെ പറഞ്ഞിട്ട് അറിയപ്പെടുന്ന ഏഴിൽമല രാജ്യമെന്നും മൂഷിക വംശം എന്നൊക്കെ സംസ്കൃതത്തിൽ പറയുന്ന കോലത്തിരിയിൽ നിന്ന് 2 പെൺകുട്ടികളെ ദത്തെടുത്ത് കൊണ്ടുവന്നു. പക്ഷെ ദത്തെടുക്കുമ്പോൾ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. മകളായിട്ടാണ് ദത്തെടുക്കുന്നത്. ദത്തെടുത്ത് കൊണ്ടുവരുമ്പോൾ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. അവരുടെ മക്കൾക്കായിരിക്കണം അടുത്ത രാജ്യാവകാശം. ആ വ്യവസ്ഥയിലാണ് ഇവരെ കൊണ്ടുവരുന്നത്. ഈ 2 പേരെയും കൊണ്ടുവരികയും ഇവർക്ക് ആറ്റിങ്ങലൊരു കൊട്ടാരം പണിത് അവിടെ താമസമാക്കുകയും ചെയ്തു. അപ്പോൾ ആറ്റിങ്ങൽ കൊട്ടാരം പണിത് അവിടെ താമസമാക്കുമ്പോൾ 2-3 കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ രാജകുമാരിമാരുടെ ചെല്ലും ചെലവും നടക്കുന്നതിന് വേണ്ടി ഇന്നത്തെ ചിറയൻകീഴ് താലൂക്കും വർക്കല താലൂക്കും അടങ്ങുന്ന 10-15,000 ഏക്കറോളം വരുന്ന ഭൂമി കരം പിരിച്ച് ജീവിച്ച് കൊള്ളാൻ അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു. അങ്ങനെയാണ് ആറ്റിങ്ങൽ ദേശവഴി ഉണ്ടാകുന്നത്. ഈ ആറ്റിങ്ങൽ ദേശവഴിയിൽ പരമാധികാരമെന്ന് പറയുന്ന ആറ്റിങ്ങൽ റാണിക്കാണ്. അപ്പോൾ 2 റാണിമാർ അവിടെ. അതുമാത്രമല്ല, അവർ ഈ കോലത്തിരി രാജാക്കന്മാരുടെ ആദികാല കുലദേവത എന്ന് പറയുന്ന മാടായി ഭഗവതിയാണ്, മാടായിക്കാവാണ്. ആ മാടായിക്കാവിൽ നിന്ന് നാന്തകം വാളിലെ ആ ദേവിയുടെ ശക്തി ആവാഹിച്ചു കൊണ്ടുവന്ന് ആറ്റിങ്ങൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതാണ് ഇന്നത്തെ തിരുവാറാട്ടുകാവ് എന്ന് പറയും. യഥാർത്ഥത്തിൽ തിരുവാറാട്ടുകാവ് എന്നല്ല, അതിൻ്റെ പേര് തിരുവറുകാടെന്നാണ്. ഈ തിരുവറുകാടിനെ പറഞ്ഞ് നമ്മൾ തിരുവാറാട്ട് കാവാക്കി. ഇതാണ് ഇന്നും തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കുലദേവത പത്മനാഭസ്വാമി ക്ഷേത്രമല്ല. അതുകൊണ്ടാണ് എല്ലാ വർഷവും തിരുവിതാംകൂർ രാജാക്കന്മാർ ചടങ്ങനുസരിച്ച് ആചാരമനുസരിച്ച് അധികാരമേക്കാറുണ്ട്. ഇന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ എല്ലാ മകരമാസത്തിലും അധികാരമേക്കാൻ പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലല്ല, നേരെ പോകുന്നത് തിരുവാറാട്ടുകാവിലാണ്. അവരുടെ കുടുംബക്ഷേത്രത്തിലാണ്. അവിടെ വെച്ചാണ് അവർ ബ്രാഹ്മണരെയും പശുക്കളെയും രാജ്യത്തെയും അവസാനമായി പ്രജകളെയും സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ള പ്രതിജ്ഞയോടുകൂടി അവർ അധികാരമേൽക്കുന്ന സമ്പ്രദായം ഇന്നും മകരമാസത്തിൽ അവിടെ തുറന്നു വരുന്നുണ്ട്. അങ്ങനെ അവരുടെ കുലക്ഷേത്രമായിട്ടെന്ന് തിരുവാറാട്ടുകാവ്, അവിടുത്തെ കൊട്ടാരം ഇപ്പോഴുമുണ്ട്. അപ്പോൾ അവിടെയാണ് റാണിമാർ 2 പേരും താമസിച്ചത്. ഇങ്ങനെ ഇരിക്കവേ അപ്പോൾ ഈ ദത്ത് വരുന്നത് 1305-ലാണ്. ഞാൻ പറഞ്ഞു 1299 മുതൽ 1314 വരെയാണ് രവിവർമ്മ കുലശേഖരൻ്റെ കാലം. അദ്ദേഹം 1305 സഹോദരിയോ കൂടപ്പുറപ്പോ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം കോലത്തിരിയിൽ നിന്ന് 2 പെൺകുട്ടികളെ ദത്തെടുത്ത് ആറ്റിങ്ങൽ കൊണ്ടുവന്ന് കൊട്ടാരം പണിച്ച് അവിടെ താമസമാക്കി. ആ കഥ അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ 2 റാണിമാർക്കും പെറ്റുണ്ടാകുന്ന കുട്ടികളാണ് പിന്നീട് രാജ്യം ഭരിക്കേണ്ടത്. അങ്ങനെ ഇരിക്കവേ ഈ അടുത്ത തലമുറ വന്നപ്പോൾ അധികാര തർക്കമുണ്ടാവുകയും അങ്ങനെ രാജ്യം 2ആയി വിഭജിക്കുകയും ചെയ്തു. അങ്ങനെ 2 രാജ്യങ്ങൾ രൂപം കൊണ്ടു. ഒന്ന് ഈ പറഞ്ഞ പോലെ ദേശിങ്ങനാടും, രണ്ടാമത്തേത് ഇളയിടവും. ഇളയിടം എന്ന് പറഞ്ഞാൽ ഇളയ രാജാവിന് വേണ്ടി കൊടുത്താണ്. അപ്പോൾ മൂത്തയാളിന് നമ്മുടെ ദേശിങ്ങനാടെന്ന് പറയുന്ന വേണാടെന്ന് പറയുന്ന കൊല്ലവും ഇളയാളിന് ഇളയിടവും കൊടുത്തു. ഈ ഇളയിടത്തിൻ്റെ തലസ്ഥാനം കൊട്ടാരക്കര ആയതുകൊണ്ട് ഒരു കൊട്ടാരക്കര ഇളയിടം എന്ന് പേര് വന്നു. അപ്പോൾ കൊട്ടാരക്കര ഇളയിടവും ദേശിങ്ങനാടും. അപ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുന്ന ബ്രാഹ്മണ്യം എല്ലാ തരത്തിലും രാജഭരണത്തിൽ സ്വാധീനം ചെലുത്തിയൊരു കാലമാണ്. ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുടെ ഉൽപ്പത്തി ഈ കാലഘട്ടമാണ്. ഏതാണ്ട് 11, 12, 13, 14, 15, 16 നൂറ്റാണ്ട് വരെ ക്ഷേത്ര ഉൽപ്പത്തികളുടെ ഒരു വലിയ പ്രളയം തന്നെ ഇവിടെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രാഹ്മണ്യത്തിനൊരു അപ്പർ ഹാൻഡ് ഇവരുടെയൊക്കെ മുകളിലുണ്ടായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര ഭരണത്തിന് വേണ്ടി ഒരു അധികാരിയെ ചുമതലപ്പെടുത്തേണ്ടി വന്നു. അങ്ങനെ ക്ഷേത്ര ഭരണത്തിന് വേണ്ടി ഒരു അധികാരിയെ ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ പേരാണ് തൃപ്പാപ്പൂർ മൂപ്പൻ. രാജാവെന്നല്ല പറയുക, തൃപ്പാപ്പൂർ മൂപ്പൻ. തൃപ്പാദപുരം എന്ന് പറയുന്ന സ്ഥലം പോലും തിരുവനന്തപുരത്തുണ്ട്. ഈ തൃപ്പാപ്പൂർ മൂപ്പനാണ് ഏകദേശം നമ്മുടെ തിരുവനന്തപുരം തുടങ്ങിയ തിരുവനന്തപുരം മുതൽ തെക്കോട്ട് കന്യാകുമാരി വരെയുള്ള എല്ലാ മഹാക്ഷേത്രങ്ങളുടെയും ചുമതല എന്ന് പറയുന്നത് ഈ തൃപ്പാപ്പൂർ മൂപ്പനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ 3 ആളുകളായി വന്നു. ഏത് ദേശിങ്ങനാട് മൂത്തയാൾ ഭരിക്കുന്നു, ഇളയിടം എന്ന് പറയുന്ന കൊട്ടാരക്കര ഭരിക്കുന്നു. ഇതിനിടയ്ക്ക് തൃപ്പാപ്പൂർ മൂപ്പൻ എന്ന് പറയുന്ന ക്ഷേത്ര ഭരണാധികാരിയും രൂപപ്പെട്ടു വന്നു.
അങ്ങനെ വീണ്ടും അധികാര തർക്കം വന്നു, അടുത്ത തലമുറ വന്നപ്പോൾ അങ്ങനെ കൊട്ടാരക്കര വീണ്ടും വിഭജിക്കപ്പെടുന്നു. അങ്ങനെ കൊട്ടാരക്കരയ്ക്ക് ഒരു താവഴി കൂടി ഉണ്ടാകുന്നു, അതാണ് പേരകം. ഈ പേരകത്തിൻ്റെ തലസ്ഥാനം നെടുമങ്ങാടാണ്. നെടുമങ്ങാട് കോയിക്കൽ കൊട്ടാരം, അതുമായി ബന്ധപ്പെട്ട 3-4 കൊട്ടാരങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ നമുക്കിന്നും തെളിവുകളായി അവശേഷിക്കുന്നുണ്ട്, മതിലകൻ രേഖകളായി അവശേഷിക്കുന്നു. രേഖകളിലൊക്കെ ഇത് നമുക്ക് ലഭ്യമാണ്. നെടുമങ്ങാടെന്ന പേരകത്തിനെക്കുറിച്ച്, നെടുമങ്ങാടൻ നമുക്കധികം കിട്ടില്ല, പേരകം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ 4 താവഴികൾ രൂപപ്പെട്ടു വന്നു. ഒന്ന് കൊല്ലം കേന്ദ്രീകൃതമായ ദേശിങ്ങനാട്, രണ്ടാമത്തത് കൊട്ടാരക്കര എന്ന് പറയുന്ന ഇളയിടം, മൂന്നാമത്തേത് നെടുമങ്ങാടെന്ന് പറയുന്ന പേരകം. ഇതിനിടയിൽ 4ാമത് തൃപ്പാപ്പൂരെന്ന് പറയുന്ന ക്ഷേത്രരാജ്യത്തിൻ്റെ തലവനായി തൃപ്പാപ്പൂർ മൂപ്പൻ. അപ്പോൾ അങ്ങനെ തൃപ്പാപ്പൂര്, ദേശിങ്ങനാട്, കൊട്ടാരക്കര, നെടുമങ്ങാട്, പേരകം, ഇത്രയും 4 താവഴികൾ അതിശക്തമായി രൂപപ്പെട്ടു വന്നു. ഇതിൻ്റെ എല്ലാം തായ് കുടുംബം എന്ന് പറയുന്നത്, അമ്മ വീടെന്ന് പറയുന്നത് ആറ്റുകലാണ്. ഏകദേശം ഇന്നത്തെ ചിറയൻകീഴും ഇന്നത്തെ വർക്കലയും താലൂക്കുകൾ ചേർന്ന ഏതാണ്ട് 10-15,000 അതിലേറെയോ ഏക്കർ ഏകദേശം വിസ്തീർണം വരുന്ന ഇതിൻ്റെ മുഴുവൻ ഭരണാധികാരിയായി ആറ്റുങ്കൽ മൂത്തറാണിയും നിലവിൽ വന്നു. ഈ ഒരവസ്ഥയിലാണ് നമ്മൾ തിരുവിതാംകൂറിലേക്ക് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്.